ചേട്ടാ, നോർമലി ഈ സിനിമയിൽ ഒരു കണ്ടർ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒരു ആളല്ല, കഥാപാത്രങ്ങളാണ് ആ വ്യക്തികളെ ചൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തത്. ഓരോ ചെറിയ കഥാപാത്രങ്ങൾ കാണുമ്പോൾ പോലും കുറച്ച് നേരം ഉണ്ടെങ്കിൽ പോലും അത് ആപ്റ്റാന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ സിനിമയിൽ ടോവിനോ ചേട്ടൻ ഈ കാസ്റ്റ് ക്രൂ എന്നുള്ള കഥ ഇത് ചെയ്യണം എന്ന് അല്ലെങ്കിൽ കുറച്ച് ഇത് എന്റെ കരിയറിൽ ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്ന ഒരു ബുക്ക് ചെയ്ത എലമെന്റ് ഉണ്ടാവില്ല ഇതിന്റെ കഥ കേട്ടപ്പോൾ എൻ്റെ ക്യാരക്ടർ ഒരു ഹാർഡ്ലി 10-15 മിനിറ്റ്സ് സിനിമയിൽ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ക്യാരക്ടറിൻ്റെ ഒരു തുടക്കവും മധ്യവും അവസാനവും ഉണ്ട്. ക്യാരക്ടറിന് ഒരു ആർക്ക് കൃത്യമായിട്ടുണ്ട്. അത് എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ഇതിലെ ഏത് ക്യാരക്ടർ എടുത്ത് പോയി കഴിഞ്ഞാലും അവരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള സ്വഭാവങ്ങൾ, അവരുടെ വൾനറബിലിറ്റീസ്, അതൊക്കെയാണ് അവർ കുറച്ചും കൂടെ റിലേറ്റബിളും ആൾക്കാർക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നത്. നമ്മൾ ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലല്ലോ നമ്മളതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഗ്രേ ഏരിയാസ് ഉണ്ടാവും, നമ്മുടെ വൾനറബിലിറ്റീസ് ഉണ്ടാവും. അത് ഫോഴ്സ്ഫുള്ളി അല്ലാതെ ഓരോ ക്യാരക്ടറിൻ്റെയും അത് എനിക്ക് സിനിമ കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ അത് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അത് കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമായിട്ട് കിട്ടിയായിരുന്നു. ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോൾ ഏതൊരു ആക്ടറാണെങ്കിലും അയാൾക്ക് അങ്ങനത്തെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നതല്ലാതെ ശൂന്യതയിൽ നിന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കഥാപാത്രം വരുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ ഞാൻ വന്നു എന്ന് പറയുന്നതും അത് എൻ്റെ അടുത്തേക്ക് ഇവർ എത്തി എന്ന് പറയുന്നതും എനിക്കത് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര സന്തോഷവും ഭയങ്കര ഭാഗ്യമാണ്. അതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും. അത് എൻ്റെ പെട്ടെന്നുള്ളൊരു രൂപവും ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിലായിരിക്കില്ല ചിലപ്പോൾ സാധാരണ ആൾക്കാർ ആദ്യം ഫസ്റ്റ് തോട്ടിൽ വിളിക്കുക. പക്ഷേ ഇതിൽ എനിക്ക് ഇവർ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഈ ഒരു ക്യാരക്ടർ. ഇതിൻ്റെ രൂപമൊന്നും അന്ന് എന്തായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ നമ്മൾ ഷൂട്ടിന് തൊട്ട് മുമ്പൊക്കെയാണ് അത് തീരുമാനിക്കുന്നത്. പക്ഷേ ക്യാരക്ടർ എനിക്ക് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വർക്കായി. അതായത് ഈ ഇപ്പോൾ ചിലപ്പോൾ ഈ പടത്തിൽ ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് പറയണില്ല, പക്ഷെ എൻ്റെ ക്യാരക്ടറിന് ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്കും ഈ ഇപ്പോൾ ഇവൻ്റെ പ്രായത്തിൽ ഇവനേക്കാളും ഒരു തൊട്ട് താഴെയായിരിക്കും എൻ്റെ മോൻ. അവനേക്കാളും ഒരു സിനിമേക്കാളും ഒരു 2-3 വയസ്സ് 3-4 വയസ്സ് താഴെയായിരിക്കും എൻ്റെ മോള്. അപ്പോൾ എനിക്കത് മനസ്സിലാവും പല കാര്യങ്ങളും. എൻ്റെ ക്യാരക്ടർ എന്തുകൊണ്ട് അവരോട് എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ജീവിതാനുഭവം എനിക്കായിട്ടുണ്ടാവും. അതിൻ്റെ ആയിരിക്കാം. പിന്നെ ഞങ്ങൾ എൻ്റെ സിനിമകൾ കണ്ടിട്ട് മാത്രമായിരിക്കണമെന്നില്ല, ഞങ്ങൾ നമ്മൾ പേഴ്സണലി പരിചയമുണ്ട്. ഇപ്പോൾ ചിതുവാണെങ്കിലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണ ആദ്യമായിട്ടാണെങ്കിലും കുറേ നാളായിട്ട് പരിചയമുണ്ട്. അതുപോലെ വേണമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെയും പരിചയമുണ്ട്. ജിത്തു പണ്ട് ഗപ്പിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, മറഡോണയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ജിത്തുവിനും അറിയാം. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ സമയങ്ങളിൽ എൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കണ്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഒരു. പക്ഷേ എന്തൊക്കെ കാരണം കൊണ്ടാണെങ്കിലും ഇത് ഈ കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ഇനിയും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഞാൻ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ക്യാരക്ടേഴ്സ് എന്നെ ഏൽപ്പിക്കാനായിട്ടൊരു ധൈര്യം കൊടുക്കുമായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബാലിനോടുള്ള അഭിനയിച്ചപ്പോൾ? കാരണം ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഒറ്റ ടേക്ക് ഫസ്റ്റ് ടേക്കിലൊക്കെ റെഡിയാക്കിയ ഒരുപാട് ഷോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏജില് ഇന്റർവ്യൂ കണ്ട ഞാൻ നേരിട്ട് കണ്ടല്ലേ. ഞാൻ വരുമ്പോഴത്തേക്കും ഇവൻ സീസൺഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ സിനിമയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇവൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഷോട്ടിന്റെ സമയത്തൊക്കെ റെഡി സാർ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് പുലർച്ചയ്ക്കൊക്കെയാണ് നമ്മൾ നൈറ്റ് ഷൂട്ടുകളൊക്കെ ഞങ്ങളുണ്ടായിരുന്ന സീനുകൾ കുറേ നൈറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ 6 വയസ്സുള്ള കുട്ടിക്ക് രാത്രി ഉറക്കം കളയേണ്ട കാര്യമില്ല. നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനെ സിനിമ ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് എക്സ്പീരിയൻസും ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ ഉറക്കം കളയുന്നത്. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ഒരു ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വെളിവുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യമാണ്. അവൻ വളരെ പ്രൊഫഷണലായിട്ടാണ് അഭിനയിക്കേണ്ടായിരുന്നത്. മാത്രമല്ല ഞങ്ങൾക്ക് കുറേ സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയായിരുന്നു. ബോട്ടിലും സ്കൂട്ടറിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ കുറേ കഥയൊക്കെ പറയും. എൻ്റെ വീട്ടിലെ കഥയും പറയും, ഞാൻ എൻ്റെ വീട്ടിലെ കഥയും പറയും. അങ്ങനെ ഞങ്ങൾ കുറേ സമയം കിട്ടിയായിരുന്നു. സിനാനായിട്ടാണെങ്കിലും സിനാൻ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സിനാനപ്പോൾ ആ സമയത്തെ ഷൂട്ടിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഷൂട്ട് എടുക്കുന്ന സമയം മുതൽ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് സിനാനിലേക്ക് വരുന്ന സമയത്ത് ഇവൻ ആ ക്യാരക്ടറിൻ്റെ ഇന്നസെൻസ് ആണ് പ്ലേ ചെയ്തിരുന്നതെങ്കിൽ സിനാൻ വരുന്ന സമയത്ത് സിനാൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ബാലൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക് എത്തിക്കുന്നത് ആ വളർന്നതിന് ശേഷമുള്ളത് അത് സിനാനായിരുന്നു. അത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ സിനിമ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് നമുക്കുണ്ടായിരുന്ന മാനസികാവസ്ഥയും നമുക്കുണ്ടായിരുന്ന അറിവും എക്സ്പീരിയൻസും ഒക്കെ എന്തായിരുന്നു നമുക്ക് നല്ല ധാരണയുണ്ട്. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവർ ഇത്രയും നല്ല പെർഫോമൻസ് ഈ ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്തത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇന്ന് സിനിമ കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവരുടെയൊക്കെ പെർഫോമൻസ് ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഷൂട്ടിൻ്റെ സമയത്ത്.
ഇത് ഈ ഫർസാനി ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു. അതുപോലെ അമ്മൂമ്മയുടെ ആണെങ്കിലും പൊളി ക്യാരക്ടറായിരുന്നു. അത് ആ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത് ആരാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്, ആരാണ് ക്യാരക്ടർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അത് പക്ഷെ എനിക്കത് കാണാനും പറ്റിയില്ല. ഞാനിപ്പോഴാണ് കാണുന്നത്. അന്ന് പറഞ്ഞിരുന്നു ഒരു അമ്മൂമ്മ വന്നിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്, അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തിയേറ്ററിൽ കാണാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ജീനൊക്കെ ഞങ്ങൾക്ക് കുറേ നാളായിട്ട് അറിയണത് ജീൻ്റെ മുമ്പത്തെ മഞ്ഞുമല്ലയാണെങ്കിലും ഒക്കെ പെർഫോമൻസസ് ഒക്കെ ഭയങ്കര അടിപൊളി പെർഫോമൻസസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. ഇതിലെ ക്യാരക്ടർ പവിത്ര എന്നുള്ള ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ കാര്യം നമുക്ക് പുതിയ ഉണ്ടാവുമല്ലോ നല്ല ക്യാരക്ടേഴ്സ് കേൾക്കുന്ന സമയത്ത്. അപ്പോൾ അത് ജീനാണെന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് കിട്ടി. ആ കഥ പറയുമ്പോൾ തന്നെ കിട്ടി. അത് ഞാൻ ഇന്നാവും തന്നെ മുമ്പ് ജീനായിട്ടുണ്ട്. അതുപോലെ എല്ലാവരുടെയും ഗിരീഷ് ടി ഡി ആണെങ്കിലും എല്ലാവരും. ഗണപതി വെറുതെ ഇരുത്തിക്കൊണ്ട് പറയണതല്ല, എല്ലാവരും പറഞ്ഞു. പക്ഷെ ശരിക്കും അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമയിൽ. ഞാൻ എൻ്റെ തന്നെ എക്സാമ്പിൾ പറയാം. ഗണപതിയാണല്ലോ ഫസ്റ്റ് ഇങ്ങനെ ഇവർ ഒരുമിച്ചാണല്ലോ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു തോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ഇത്. അപ്പോൾ ഒരു ക്യാരക്ടർ ആര് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു സിനിമയിൽ എത്രത്തോളം ഉണ്ടെന്ന് ഭയങ്കര എക്സാമ്പിൾ ആയിരിക്കും ചിലപ്പോൾ ഈ സിനിമയിലെ ഓരോ കാസ്റ്റിംഗ്.